മരവാഴ എന്ന് സായി എൻ്റർ ആയ അന്നു മുതൽ നമ്മൾ പറയുന്നതാണ്. എങ്ങനെയെങ്കിലും സായിയുടെ വായിൽ നാവുണ്ടോ എന്നൊക്കെ ഒന്ന് പരിശോധിക്കണം, ഒരു ഡോക്ടറെ കാണിക്കണം എന്നൊക്കെ വിചാരിച്ചിരിക്കുമ്പോഴാണ് ഇന്നലെ തുടങ്ങി സായി സംസാരിച്ചു തുടങ്ങി. മരവാഴ എന്ന് ഇനി പറയണ്ടെന്നൊക്കെ വിചാരിച്ച് ഞാനിരിക്കുമ്പോ കഷ്ടായി പോയി ഇന്നത്തെ ടാസ്കില്. സായിക്ക് കട്ട പണി കിട്ടി. സായി പോവാന്ന് പറഞ്ഞ വഴിക്ക് ജിൻഡോടെ കരച്ചില്. കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന ആളുകളാണെങ്കിൽ സബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക്, കമന്റ്സ്, നോട്ടിഫിക്കേഷൻ ബട്ടൺ. ഇപ്പൊ ആരെങ്കിലും ഈ ചേച്ചിക്ക് ഇത് മാത്രം പറയാനുള്ളൂ പറയുന്നില്ലേ, ഒന്ന് ചെയ്യണം കേട്ടോ, സബ് പ്ലീസ്. അപ്പൊ വളരെ സീരിയസ് ആയിട്ടുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളെല്ലാവരും കണ്ടായിരുന്നു ഇന്നത്തെ ടാസ്ക്. ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ള ഒരു ടാസ്ക്. എസ്പെഷ്യലി ആർക്കെങ്കിലും ഒരു ബാക്ക് പെയിൻ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറേ നേരം ഹോൾഡ് ചെയ്ത് നിൽക്കുക, ആ ഒരു ബാലൻസ് ഒക്കെ പിടിച്ച് ആ കാലുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു ടാസ്ക് ആണ് കേട്ടോ. സായി ഞാൻ പറയാണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് പെർഫോം ചെയ്തു. ഈ എന്ന് പറയുന്ന വ്യക്തിക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ബിഗ് ബോസിൽ വന്നതിൽ പിന്നെ ബാക്ക് പെയിൻ എന്ന് പറഞ്ഞൊരു പ്രോബ്ലം ഉണ്ടായിട്ടില്ല, ഒരു ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെ സായി എനിക്ക് ഉറപ്പാണ് മോർ ദാൻ 1 hour നിന്നായിരുന്നു. അതെ, സായിക്കാണല്ലോ അവിടെ സ്പെഷ്യൽ കട്ടിലും കാര്യങ്ങളൊക്കെ കട്ടിലും കാര്യങ്ങളല്ല, മാട്രസ് ഒക്കെ ഓർഗനൈസ് ചെയ്ത് ബിഗ് ബോസ് അണ്ണൻ തന്നിരിക്കുന്നത്. സൈന കുറച്ചധികം സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാനുണ്ട്. നിങ്ങളല്ലേ പറഞ്ഞത് ബിഗ് ബോസ് ചെന്നതിന് ശേഷം നിങ്ങൾ ഒരു മൃഗമല്ല മനുഷ്യനായി മാറിയെന്ന്. ഞാൻ ഇനിയും സീക്രട്ട് ഏജന്റ് അല്ല, ഞാൻ ഒരു മനുഷ്യനായി മാറിയെന്ന് നിങ്ങൾ പറഞ്ഞപ്പോൾ തന്നെ വേറെ ആരും വിശ്വസിച്ചില്ലെങ്കിലും ഞാൻ വിശ്വസിച്ചായിരുന്നു. കാരണം നിങ്ങളുടെ ഒരുപാട് വീഡിയോസ് കണ്ട് നിങ്ങൾ എങ്ങനെയുള്ള ഒരു മനുഷ്യനാണെന്ന് മനസ്സിലാക്കിയിട്ടുള്ള നമ്മൾക്ക് നിങ്ങൾ പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, നിങ്ങൾ ആ പറഞ്ഞ നിമിഷത്തിൽ തന്നെ നിങ്ങൾ ഒരു മനുഷ്യനായി മാറിയെന്ന്. കാരണം അവിടെ ഇവിടെയൊക്കെ വീഡിയോകളിൽ അത് മെൻഷൻ ചെയ്യാറുണ്ടായിരുന്നു. അപ്പൊ ചില ആളുകൾ നോക്കൂ സായി ഒരു മനുഷ്യനായി മാറി. അപ്പൊ ഞാൻ എപ്പോഴും ചോദിക്കും, ബിഗ് ബോസ് ഹൗസ് എന്ന് പറഞ്ഞൊരു സ്ഥലം, അടിയും ഇടിയും കുശുമ്പും പരദൂഷണവും, അവിടെ ചെന്നുപെട്ട് ഇതുപോലെ ഒരു സീക്രട്ട് ഏജന്റിനെ പോലെ അതിക്കും മേലെ പരദൂഷണമുള്ള ഒരു വ്യക്തിയൊക്കെ മനുഷ്യനായി മാറുക. ശാസ്ത്രം പോയൊരു ശാസ്ത്രമൊക്കെ നമ്മൾ ഇതിനൂടെ പിടിക്കണേ അല്ലേ? അല്ല, ഞാൻ വിചാരിച്ചുട്ടോ ഓരോ മനുഷ്യന്മാർക്ക് വരുന്ന ഒരു പരിവർത്തനങ്ങളെ നമ്മള് ഒരു നരകത്തിൽ നിന്നെടുത്ത് മറ്റൊരു നരകത്തില് കൊണ്ടിടുമ്പോ ആളൊരു പെട്ടെന്നൊരു മനുഷ്യനായി മാറി. എന്തൊരു അത്ഭുതം എന്നൊക്കെ പറഞ്ഞ ആളുകളുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ നമുക്ക് അത്രയ്ക്കും ഒരു ബുദ്ധിക്ക് കുഴപ്പമില്ലാത്ത കാരണം ഞാൻ ഒരിക്കലും അത് പെർസെൻറ്റേജ് പോലും ഞാൻ വിശ്വസിച്ചിട്ടില്ല. ഇതുപോലെയുള്ള ഉടായ്പിലൊന്നും ഒരു വ്യത്യാസം വരില്ല എന്ന് നമുക്ക് 100% ഉറപ്പായിരുന്നു. പക്ഷേ ഇന്നലെ ലൈവില് സൈനം പറഞ്ഞ കുറച്ച് കാര്യങ്ങള്, സൈനം എന്താ പറഞ്ഞത്, ജിൻഡോണ്ണന്റെ മലത്തടിക്കുന്നോ? എന്റെ ദൈവമേ, ഒന്നില്ലെങ്കിൽ പോട്ടെ, ബുദ്ധിയുടെ കാര്യം പറയാന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ജിൻഡോ തന്നെ ഫസ്റ്റ്, അതിലെനിക്ക് ഒരു സംശയമില്ല. കാരണം ഇത്ര ദിവസത്തെ ഗെയിമുകള് ഇത്രമാത്രം ഇപ്പൊ 10 contestants ആണ് ഉള്ളത്. നമുക്ക് തോന്നുന്നു ഒരു 25 contestantsoളം വന്നായിരുന്നു. എല്ലാവരും മുമ്പിലും അതായത് ഇടിച്ചടിച്ചല്ല, ബുദ്ധി കൊണ്ട് വെട്ടിച്ച് ജിൻഡോ അവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ ജിൻഡോ തന്നെയാണ് ബുദ്ധിയുടെ കാര്യത്തിൽ ഫസ്റ്റ്. പിന്നെ നമ്മുടെ സായണ്ണൻ, ഞാൻ ഭയങ്കരമായിട്ട് സായണ്ണൻ എന്ന് പറയണ്ട, നമുക്ക് സീക്രട്ട് ഏജന്റ് ഞാൻ വളരെ നല്ലൊരു വ്യക്തിയായി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു, നിങ്ങൾ എൻ്റെ വീഡിയോകൾ ബാക്ക് പോയി നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം സായി എന്ന് പറയുന്ന വ്യക്തിയെ കുറിച്ച്. സായി ബിഗ് ബോസിൽ പോയപ്പോൾ ഞാനൊരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു. ഓരോ ബിഗ് ബോസിന്റെ ഓരോ കാര്യങ്ങളും അരച്ച് കലക്കി കുടിച്ച് അതിനെ എത്രമാത്രം സർജറി ചെയ്ത് പീസസ് ആക്കിയതെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കി ആളുകളെ ക്രിട്ടിസൈസ് ചെയ്യാവോ അല്ലെങ്കിൽ കുനിഷ്ടുകളൊക്കെ കണ്ടുപിടിച്ച് റിവ്യൂ ചെയ്യുന്ന ഒരു പേഴ്സൺ ആണ്. അതായത് സീസൺ 1 തൊട്ട് തന്നെ നമുക്ക് പറയാം. അപ്പൊ അങ്ങനെ ഒരു പേഴ്സൺ വന്ന് 2 ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഒരു വിശുദ്ധനായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വിശ്വസിക്കാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കില്ല. ഒക്കെ പുറമെ സീക്രട്ട് ഏജന്റ് എന്ന് പറയുന്ന വ്യക്തിയുടെ ഒരു നന്മ മരം കളിക്കലായിരുന്നു. എൻ്റർ ചെയ്ത ഡേ മുതൽ എല്ലാവരുടെ അടുത്തും ഭയങ്കര സ്നേഹം, എല്ലാവരോടും ഒരു പ്രത്യേക വാത്സല്യം, എസ്പെഷ്യലി നമ്മുടെ നന്ദനക്കുട്ടിയോട്. അപ്പൊ ഇന്നലെ ലൈവില് സായി അണ്ണൻ വീണ്ടും സായി എന്ന് വിളിച്ച് പരിചയട്ടോ നമ്മുടെ സീക്രട്ട് ഏജന്റ് ഒരു കാര്യം പറയുന്നുണ്ടായിരുന്നു. അവിടെയാണ് മനുഷ്യനായി മാറിയ വ്യക്തിയുടെ തനി മൃഗതുല്യമായ സ്വഭാവം എനിക്ക് മനസ്സിലായത്. അതായത് എങ്ങനെയൊക്കെയാണെങ്കിലും ഇനി നന്ദനയുമായി ജിൻഡോ എന്തെങ്കിലും കോർത്താൽ അല്ലെങ്കിൽ നന്ദനയ്ക്കെതിരെ ജിൻഡോ തിരിഞ്ഞ സായി ജിൻഡോയെ കപ്പടിക്കാൻ അനുവദിക്കില്ല. മനുഷ്യനായി മാറിയ വ്യക്തിയാണ് കേട്ടോ. നിങ്ങൾ വീണ്ടും വീണ്ടും ചിന്തിക്കണം. ഗെയിമിന്റെ സ്ട്രാറ്റജിയും പ്ലാനിങ്ങും ഒക്കെയാണ്. എനിക്ക് ഈ കപ്പ് വേണ്ട, കപ്പ് കിട്ടാനല്ല ഞാൻ വന്നിരിക്കുന്നത്, എൻ്റെ അൾട്ടിമേറ്റ് നടന്നു കഴിഞ്ഞു, ഞാനൊരു മനുഷ്യനായി മാറി എന്ന് പറഞ്ഞ വ്യക്തിയിലെ നമ്മൾ ഇങ്ങനെ ചിന്തിക്കണം. വീണ്ടും വീണ്ടും നമുക്ക് ഇവിടെ ഏറ്റവും ആപ്റ്റായിട്ടുള്ള ഒരു പഴഞ്ചൊല്ലി, നമ്മുടെ പട്ടിയുടെ വാല് 12 കാലം കുഴലിലിട്ടാലും അത് ഇതുപോലെ തന്നെ നമ്മുടെ സായണ്ണനെ പോലെ തന്നെ ഇരിക്കും.
ഒരു വ്യത്യാസവും വരാൻ പോകുന്നില്ല. ഞാൻ ഒരു മൃഗങ്ങളെയും അപമാനിക്കുന്നില്ല. ഇതുപോലെയുള്ള ക്യാരക്ടറുകളെ ഒന്നും ഞാൻ നല്ല മൃഗങ്ങളോടൊന്നും ഞാൻ ഉപമിക്കുന്നില്ല കേട്ടോ. ഞാനിത് എടുത്തു പറയാൻ പല കാരണങ്ങളുണ്ട്. സായി ഇന്നലെ ഭയങ്കര എന്താ പറയാ ഒരു കർക്കശമായി അല്ലെങ്കിൽ ജിൻഡോയോട് എന്തോ ഒരു വൈരാഗ്യമുള്ള മാതിരി, ജിൻഡോ എന്ന് പറയുന്ന വ്യക്തി കപ്പടിക്കരുത് അങ്ങനെ ഒരു വാശിപ്പുറത്ത് ആ കാര്യം ലൈവിൽ പറയുന്നതായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്തത്. ജിൻഡോ എന്ന് പറയുന്ന വ്യക്തി നന്ദനയ്ക്കെതിരെ ഒരു ഗെയിം കളിച്ചാൽ എന്താണ് പ്രശ്നം? അവിടെ എല്ലാവരും പോയിരിക്കുന്നത് ഗെയിം കളിക്കാനല്ലേ. കൃത്യമായി കാണുന്ന ആളുകൾക്കറിയാം നന്ദന എത്രമാത്രം ജിൻഡോനെ ട്രബിൾ ചെയ്യുന്നുണ്ട്. അതായത് ജിൻഡോനെ ഒരാവശ്യമില്ലാതെ ഇന്നലത്തെ ആ ഒരു ബ്രിക്കൊക്കെ ഹോൾഡ് ചെയ്യുന്ന ഒരു ടാസ്ക് ഉണ്ടായിരുന്നു. അതിലാണെങ്കിൽ പോലും നന്ദന ഭയങ്കര അനോയിങ് ആയിരുന്നു. ബാക്കി ആരും എന്ത് ചെയ്യണമെന്ന് നോക്കത്തില്ല. ജിൻഡോയുടെ കൂടെ നിൽക്കുന്ന അർജുനൊക്കെ എത്ര പ്രാവശ്യം വളച്ചാലും നിവർത്തിയാലും നന്ദനയൊന്നും നോക്കത്തില്ല. പക്ഷെ എല്ലാവരും ജിൻഡോ ജിൻഡോ ജിൻഡോ. അപ്പൊ അത്രമാത്രം എനിക്ക് തോന്നുന്നു പ്രിറ്റി മച്ച് ബാക്കിയുള്ള എല്ലാ കണ്ടസ്റ്റൻസും ജിൻഡോനെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്. ഋഷിയൊന്നും അത്രയ്ക്കില്ലെന്ന് തോന്നുന്നു കേട്ടോ. അപ്പൊ ഇത്രയും മാത്രം ജിൻഡോയുടെ പുറത്ത് എല്ലാവരും കയറിക്കൊണ്ടിരിക്കുന്നു. ഇതിന്റെ പുറമെയാണ് കുഞ്ഞു കുഞ്ഞു ഗ്രൂപ്പുകളായി നിന്ന് ജിൻഡോക്കെതിരെ കളികൾ അല്ലെങ്കിൽ എന്താ പറയുക നമുക്ക് പറയാം പദ്ധതികൾ പ്ലാൻ ചെയ്യുന്നത്. ഒരു കാര്യമില്ല കേട്ടാ, ജിൻഡോയുടെ പിറകെയൊക്കെ ഇവർ പ്ലാനുമായിട്ട് നടക്കാൻ തുടങ്ങി കുറേ ദിവസമായി. ഈ പ്ലാൻ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഉണ്ടാക്കുന്നതല്ലാതെ ഒരു കാര്യം നടക്കുന്നില്ല. ജിൻഡോ എന്ന് പറയുന്ന വ്യക്തി ഒരു പ്ലാൻ ഉണ്ടാക്കാറില്ല. എല്ലാ പ്ലാനുകളും സ്വന്തം മനസ്സിലെ ക്രിയേറ്റ് ചെയ്യും. അത് കഴിഞ്ഞ് ആരോടും പറയില്ല. അതാത് സമയങ്ങളിൽ വേണ്ട പ്ലാനുകൾ ആളുകളിലേക്ക് എത്തിച്ചു കൊടുത്ത് നല്ല പണി കൊടുക്കും. അത്രയേ ഉള്ളൂ. അതാണ് ഒരു നല്ല ഗെയിമറുടെ ലക്ഷണം. അല്ലാതെ ഞാനിത് ചെയ്യാൻ പോവാണ്, ഇപ്പൊ നന്ദനയെ കുറിച്ച് ജിൻഡോ ഇനി എന്തെങ്കിലും പറഞ്ഞാൽ അല്ലെങ്കിൽ നന്ദനയ്ക്കെതിരായി ജിൻഡോ എന്തെങ്കിലും ചെയ്താൽ ജിൻഡോക്ക് കപ്പ് കൊടുക്കില്ല എന്ന് പറയാനായിട്ട് കേരളത്തിലെ ജനങ്ങൾ അല്ലെങ്കിൽ ഈ മലയാളി ബിഗ് ബോസ് പ്രേക്ഷകർ അല്ലെങ്കിൽ ബിഗ് ബോസ് മലയാളം സീസൺ 6 കാണുന്ന പ്രേക്ഷകർ സായിയുടെ കുടുംബക്കാർ മാത്രമല്ലല്ലോ സായിയെ, അല്ലെങ്കിൽ സായിയുടെ ഫ്രണ്ട്സ് മാത്രമല്ലല്ലോ. ജിൻഡോയെ ഇഷ്ടപ്പെടുന്ന എത്രമാത്രം ആളുകളാണെന്ന് സായിയൊക്കെ പുറത്തിറങ്ങുമ്പോ കണ്ടിട്ട് പോയതാണല്ലോ. പിന്നെ ഇരുന്ന് ഈ മെഴുകുന്നത് കാണുമ്പോൾ മഹാ ബോറായിട്ട് തോന്നുന്നുണ്ട്. ഇപ്പൊ നിങ്ങളുണ്ടല്ലോ, നിങ്ങൾ മനുഷ്യനായി മാറിയില്ലെങ്കിൽ നമ്മളിതൊന്നും പറയില്ലായിരുന്നു. പക്ഷെ മനുഷ്യനായി മാറി എന്ന് പറഞ്ഞിട്ട് മറ്റേ ചെറ്റത്തരം കാണിക്കുമ്പോഴാണ് നമുക്കത് പറയാതിരിക്കാൻ പറ്റത്തില്ല. അത്രയ്ക്കും മനുഷ്യനായി മാറിയ വ്യക്തിയൊക്കെ ജിൻഡോ എന്ന് പറയുന്ന ഒരു കണ്ടസ്റ്റന്റിനോട് ഇതുപോലെ വിദ്വേഷത്തോടെ പെരുമാറുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അല്ലെങ്കിൽ ഫേസ് ടു ഫേസ് പറയും ജിൻഡോയുടെ അടുത്ത്, നിങ്ങൾ നന്ദനയോട് ഇനി നന്ദനയുമായി എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ ഞാൻ നിങ്ങൾക്കെതിരെ നിൽക്കുന്ന ധൈര്യം ഉണ്ടെങ്കിൽ അതൊക്കെയല്ലേ ഒരു വെല്ലുവിളി എന്ന് പറയണേ. അല്ലാതെ ജിൻഡോയുടെ പുറകെ പോയി മൂലയെ കൂടി കുത്തിയിരുന്ന് നമ്മൾ ഈ പരദൂഷണ കമ്മിറ്റിയിൽ പറഞ്ഞിട്ട് എന്തെങ്കിലും ഒരു കാര്യമുണ്ടോ ജിൻഡോയുടെ ഫേസിൽ പറയും. അപ്പോ നമ്മൾ പറയാം ഓ സായി വെല്ലുവിളി ഒക്കെ നടത്തുന്നുണ്ട് ജിൻഡോയുടെ അടുത്ത്. അങ്ങനെയാണെങ്കിൽ ഞാൻ പറയും സായി നീ ജിൻഡോയുമായി മത്സരിക്കാൻ റെഡിയായെന്ന്. അല്ലെങ്കിൽ ഈ കാണിച്ചു കൂടുന്നതൊക്കെ വെറും വേസ്റ്റ് തന്നെയാണ് മക്കളെ. ഞാൻ സായി അണ്ണന്റെ ബാക്ക് പെയിൻ ഒക്കെ നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലായില്ലേ? പക്കാ ഉടായിപ്പ്. അല്ലാതെ ഇത്രയും നേരം ഇങ്ങനൊരു ടാസ്കിൽ എപ്പോഴും പുറംവേദന എന്ന് പറയുന്ന ഒരു വ്യക്തിയൊക്കെ ഹോൾഡ് ചെയ്ത് നിൽക്കുക. കാരണം സായി എപ്പോഴും പറയും ഇങ്ങനെ പറ്റില്ല അങ്ങനെ പറ്റില്ല, നടക്കാൻ പറ്റില്ല, ഇരിക്കാൻ പറ്റില്ല. ഒന്നും പുറം ബാക്ക് പെയിൻ ആയിരുന്ന വ്യക്തിക്ക് ഇന്നൊരു പെയിൻ ഉണ്ടായിരുന്നില്ല. ഇതൊക്കെയാണ് നമുക്ക് ഒരു കാര്യങ്ങൾ അങ്ങോട്ട് നമ്മൾ പറയത്തില്ലേ കാൽക്കുലേഷൻ ഒന്നും അങ്ങോട്ട് എന്താ പറയുക കറക്റ്റ് ആകുന്നില്ല. ഇവർ പറയുന്നതും പിന്നെ നമ്മൾ ഇവർ ചെയ്യുന്നത് കാണുമ്പോൾ നമ്മൾ ഈ മനുഷ്യനാണോ ആ മനുഷ്യൻ അങ്ങനെയൊക്കെ തോന്നത്തില്ലേ കുമ്പിടി. അതുപോലെ എനിക്കിന്ന് സായിയുടെ ഒരു ടാസ്ക് കണ്ടപ്പോൾ എനിക്ക് ഫീൽ ചെയ്തു. ചുരുക്കി പറഞ്ഞ നമ്മുടെ സീക്രട്ട് ഏജന്റ് എന്ന് പറയുന്ന സായി വെറും വാഴയല്ല, കോക്കാം വാഴ. നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായില്ലേ? സത്യം പറഞ്ഞ ഇപ്പൊ സായിനും ജിൻഡോനും കൂടി ആലോചിച്ചപ്പോ എനിക്കൊരു കാര്യം ഓർമ്മ വന്നു. അതായത് ഈ പാണ്ടി ലോറിയുടെ ഫ്രണ്ടില് ലോറി മറയ്ക്കാൻ വേണ്ടി നിൽക്കുന്ന നമ്മുടെ തവളയില്ലേ, സായിയുടെ അവസ്ഥ ഇപ്പൊ അതാണ്. ആരും മറക്കണ്ട. നമ്മുടെ വീഡിയോയെ കുറിച്ചുള്ള കമന്റ്സുകൾ വേഗം പോരട്ടെ. നല്ലൊരു വീഡിയോയുമായി ഞാൻ പെട്ടെന്ന് തന്നെ തിരിച്ചു വരാം. എല്ലാവർക്കും ടാറ്റാ ബൈ.